ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? നല്ല അടിപൊളി മിക്സ്ചർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഈ പത്തിരി ഇടിയപ്പം ആ പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിൽ സെയിം കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് കടലമാവും കൂടി എടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ആ കപ്പിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടിനി നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാവേ. വെള്ളവും ഞാൻ സെയിം കപ്പിലാണ് എടുത്തിരിക്കുന്നത്. എനിക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ കപ്പും പിന്നെ ഒരു കുറച്ചും കൂടെ ആവശ്യം വന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ മാവിൻ്റെ അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ ഇത് വരുന്നത്. ഇനിയേ നമുക്ക് ഇതിലോട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പം നമുക്കത് നല്ല മയത്തിൽ കിട്ടുമേ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആ സേവനാഴിയിലോട്ട് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ജസ്റ്റ് തടവി കൊടുക്കുന്നുണ്ട്. ഇനിയേ നമുക്കിതിനേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനാണെങ്കിൽ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേ ഞാനാണെങ്കിൽ ഈ സേവനാഴിയിൽ അച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കത്തില്ലേ, അതേ അച്ച തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്ന അച്ചില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ് ഇട്ടിരിക്കുന്നത്. കപ്പലണ്ടിയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കോരിയെടുത്തു. ഇനി ഞാൻ കുറച്ച് സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല എനിക്ക് ഹാഫായിട്ടുള്ളത് കിട്ടിയില്ല, അതുകൊണ്ട് ഹോളായിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണോ ഇഷ്ടമുള്ളത് അത് മാത്രം ഇട്ടാൽ മതി. എനിക്ക് ഈ കാഷ്യൂവും പിന്നെ മുന്തിരിങ്ങയൊക്കെ ഇടുമ്പോഴത്തേക്കിനുള്ള ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പൊട്ടുകടല എടുത്ത് അതിനെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. പൊട്ടുകടലയൊക്കെ പെട്ടെന്ന് വറുത്ത് വരുന്നതാണ്, അതുകൊണ്ട് ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കാഷ്യൂ ഇട്ടു. അതും വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടി. കാരണം നമുക്ക് ഈ ചട്ടി ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട്. ഇനിയേ നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ മുന്തിരിങ്ങയും കൂടിയാണ്. ഈ ഉണക്കമുന്തിരിങ്ങ നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അതിങ്ങനെ കുടുന്ന് വീർത്ത് വരുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. ഇതും വളരെ പെട്ടെന്ന് തന്നെ ആയി വരും, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റണേ. ഇനിവേ നമുക്ക് ഓൾറെഡി ഇവിടെ മാവ് സെറ്റായിട്ട് ഇരിപ്പുണ്ടല്ലോ, ഈ മാവിനെ നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ സേവനാഴിയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഡയറക്റ്റ് പീച്ചെടുക്കണം. അപ്പോൾ അതിനെ പീച്ച് നമ്മൾ എണ്ണയിലോട്ട് തന്നെയാണ് ഇടുന്നത്. ഞാനിവിടെ പീച്ചുന്നതിൻ്റെ ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, സ്റ്റൈൽ നോക്കണ്ട, കാരണം എനിക്ക് എത്ര നന്നായിട്ട് പീച്ചാൻ അറിയത്തില്ല. അതുമല്ല, എൻ്റെ ഈ സേവനാഴി ഞങ്ങൾ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അതിനൊരു ഓൾറെഡി ഒരു കട്ടിയുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അത് പീച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ പീച്ചി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ മാവ് മുഴുവനും ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയേ നമുക്ക് കുറച്ച് ബൂന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ അപ്പം ഇടിയപ്പത്തിൻ്റെ നിറപറയുടെ ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല, കാരണം നമ്മളിത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെടുക്കാവേ. എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ ഈ ദോശ ഇഡ്ഡലിയുടെ ഒരു ബാറ്റർ അല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഒത്തിരി വെള്ളം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ ആ കറക്റ്റ് ബൂന്തിയുടെ ആ ഒരു ഇതിൽ വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഓൾറെഡി ചട്ടി ചൂടായി കിടക്കുകയാണല്ലോ, അപ്പോൾ അതിലോട്ട് നമുക്കിതിനെ ബൂന്തിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇങ്ങനെ കിഴുത്തുള്ള ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് വെച്ച് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ബൂന്തിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറി വരികയും ചെയ്യും. ഒത്തിരി അങ്ങ് കളറ് മാറിപ്പോകരുത്, അതിന് മുന്നേ തന്നെ അത് നമുക്ക് കോരിയെടുക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബൂന്തിക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഫുള്ള് ആക്കി അത് ബൂന്തി ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഞാനിവിടെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയല്ലേ അതിനെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി എടുത്ത് വെച്ചിട്ട്, ഉണക്കമുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് വറുത്തെടുക്കാവേ. അപ്പോൾ ആദ്യം ഞാൻ കറിവേപ്പിലയാണ് വറുത്തെടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട്, ഈ വെളുത്തുള്ളി നമ്മൾ ഇതിലോട്ട് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നമ്മൾ മിക്സറിലോട്ട് ഇട്ട് കഴിയുമ്പം നല്ലൊരു ഫ്ലേവറാണ്, അതൊരിക്കലും മിസ് ചെയ്യരുത്, നല്ല ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയേ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് കൈകൊണ്ടൊന്ന് ആക്കിയാൽ മതി, അതങ്ങ് പൊടിഞ്ഞു വന്നോളും. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബൂന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബൂന്തി ഇട്ട് കൊടുത്തു. പിന്നെ പൊട്ടുകടല, അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, കാഷ്യൂ, മുന്തിരി, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഉണക്കമുളകും എല്ലാം കൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് വീഡിയോ മിസ്സായിട്ടുണ്ട്. ഞാനവിടെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു, പക്ഷേ വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. അപ്പം ഇത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മിക്സ്ചർ റെഡിയായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇനിയിപ്പം അവധിക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, നമുക്ക് നല്ല മണവുമാണ്. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നത്.